ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ബിന്ദുവിന്റെ മരണം, ആ മരണവുമായി ബന്ധപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ആഹ്വാനം സംസ്ഥാനമെമ്പാടുമുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ ഇന്ന് പ്രതിഷേധ ദിനമായി ആചരിക്കുക. അതിന്റെ ഭാഗമായി ജില്ലയിലെ 60 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനവും യോഗങ്ങൾ നടക്കുക. അതിന്റെ ഭാഗമായിട്ട് അടിമാലി എല്ലാ മണ്ഡലങ്ങളിലും, ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഈ പ്രതിഷേധ ധർണ്ണ നടക്കുകയാണ്. ഇതിന് ആധാരമായ വിഷയം ആരോഗ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥതയും ആരോഗ്യമന്ത്രിയുടെ അശ്രദ്ധയും, ആരോഗ്യമന്ത്രി വകുപ്പിൽ ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ പോകുന്ന ദൈനംദിന കർമ്മങ്ങളുടെ ഒരു പ്രത്യാഘാതമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കെടുകാര്യസ്ഥതയുടെ പ്രതീകമായി ഗവൺമെന്റ് മാറുകയാണ്, ആരോഗ്യവകുപ്പ് മാറുകയാണ്. VM സുധീരനെ പോലെ ആരോഗ്യവകുപ്പിനെ ശരിക്ക് പരിഹരിച്ച ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മുൻപിൽ വെറും കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ വീണ ജോർജിനെ കൊണ്ട് കഴിയുന്നുള്ളൂ. ആ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവരെത്ര ശ്രമിച്ചാലും അവർക്ക് ഈ ആരോഗ്യമന്ത്രി എന്ന സ്ഥാനം നിലനിർത്തിക്കൊണ്ട് നന്നായി പ്രവർത്തനരംഗത്ത് മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ള ഒരു ഗവൺമെന്റിന്റെ പ്രാഥമിക ചുമതലയാണ്. ആരോഗ്യരംഗത്ത് ആളുകൾ പതറിപ്പോയാൽ, ആരോഗ്യമില്ലാത്തവരായി വാങ്ങിക്കരുതുന്നാൽ ലോകത്തെ ഏറ്റവും നമ്പർ 1 ആണ് കേരളം എന്ന് കൊട്ടിഘോഷിച്ചവരാണ് ഇന്നത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും ഈ ആരോഗ്യ വകുപ്പും. എന്നാൽ ഈ അവസ്ഥ മാറി ഇപ്പോൾ ഇതൊരു ശാപമായി മാറിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവിടെ പഞ്ചായത്തിന്റെ, ഏറ്റുമാനൂരിലെ പഞ്ചായത്തിന്റെ കെട്ടിടത്തിന് നമ്പർ പോലും ഇല്ലാത്ത കെട്ടിടത്തിലാണ് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടത്. 2.5 മണിക്കൂറോളം കോട്ടയത്തുള്ള വാസ്തവനും ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥലത്തുണ്ടായിട്ടും ഇങ്ങനെ ഒരു അപകടമുണ്ടായി. സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പർക്കാണെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കെട്ടിടം പൊടുന്നതിനെ താഴെ വീണപ്പോൾ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള പ്രാഥമികമായ ചുമതലയോ കടമയോ കടപ്പാടോ നിറവേറ്റാൻ മന്ത്രിക്ക് കഴിയില്ല. അതിനേക്കാൾ രസം അവിടെ വന്ന നാട്ടുകാരുടെ രോദനം കേട്ടപ്പോഴാണ്. എന്നിട്ടും മന്ത്രി ആരോഗ്യവകുപ്പിനെ അതിഭയങ്കരമായ ഉന്മാദത്തിലാക്കി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പത്രദ്വാര നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചാനലിനൊക്കെ കൊടുത്തു അവർ റിപ്പോർട്ടിങ്. എന്താ ചാനലിൽ കൊടുത്തത്? ഒരു കുഴപ്പവുമില്ല എന്നാ പറഞ്ഞത്. മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയുന്നത് ഇവരുടെ സ്വന്തക്കാരനാണ്. എല്ലാ കുറ്റവും ജയകുമാർ എന്ന് പറയുന്ന ഡോക്ടർ സൂപ്രണ്ട് അങ്ങോട്ട് സ്വയം ഏറ്റെടുത്തു മന്ത്രിമാരെ രക്ഷിക്കാൻ വേണ്ടി. അവരുടെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും അടുത്ത ചർച്ചക്കാരനാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട്. കോൺഗ്രസുകാരനായ ആർക്കും എന്തെങ്കിലും അബദ്ധം പറ്റി ചെന്ന് കഴിയുന്നാൽ ചികിത്സ വേണ്ടതാണെങ്കിൽ അപ്പം തന്നെ നോട്ട് കുറിച്ച് അപ്പം തന്നെ പറഞ്ഞു വിടുകയാണ്. വണ്ടിപ്പെരിയാറ്റിൽ നിന്നും ആർട്ടിസ്റ്റുമാരുടെ മർദ്ദനമേറ്റ് മൃതപ്രായമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയ ആളിനെ 2ാം ദിവസം ഡിസ്ചാർജ് ചെയ്ത് വിട്ട പാരമ്പര്യമാണ് ഈ സൂപ്രണ്ടിനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇടതുപക്ഷത്തിന്റെ ചർച്ചക്കാരനും ഇടതുപക്ഷ സഹയാത്രികളുമായ സൂപ്രണ്ട് സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഈ മന്ത്രിമാരെ സംരക്ഷിക്കാൻ എത്രമാത്രം ശ്രമിച്ചാലും അവർക്ക് അതിനാവില്ല. മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് നാളെ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി പോകുന്നതിന് മുമ്പ് തന്നെ വീണ ജോർജിന്റെ വകുപ്പെടുത്ത് ഒന്നുകിൽ സ്വയം പുള്ളി ഏറ്റെടുക്കുക, അതല്ലെങ്കിൽ മറ്റാരെയെങ്കിലും മന്ത്രിസ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ആരോഗ്യവകുപ്പ് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാനുള്ള വകുപ്പാണ്. സാധാരണക്കാരും പാവപ്പെട്ടവരും ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകൾ, താലൂക്ക് ഹോസ്പിറ്റലുകൾ, ജനറൽ ആശുപത്രികൾ എല്ലാം ഓരോന്നായി അത് നേരെ കീഴ്പോട്ട് പോകുന്നൊരു അവസ്ഥാവിശേഷം നമ്മുടെ സംസ്ഥാനത്തിന് അപമാനകരമാണ്. എല്ലാ രംഗത്തും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിസഭ ഒരു പാരയായി മാറുകയാണ്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കണം. അതില്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ പുറത്താക്കുവാനുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിപ്രായം.